ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ ഒരു സ്ത്രീയുടെ അന്തസ്സിനും അഭിമാനത്തിനും എതിരായിട്ടുള്ള പ്രതികരണം നടത്തിയ ഒരു കോടീശ്വരനായിട്ടുള്ള വ്യക്തിയെ നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരാനും ഈ സംസ്ഥാനം ഒരു നിയമവാഴ്ചയുള്ള സംസ്ഥാനമാണ് എന്ന് കാണുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാനും കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷം തോന്നുകയാണ്. ഏറ്റവും ശക്തമായിട്ടുള്ള നിയമങ്ങൾ സ്ത്രീകളുടെ അന്തസ്സും അഭിമാനവും പരിരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് നിലനിൽക്കുന്ന നമ്മുടെ നാട്ടിൽ പലപ്പോഴും സ്ത്രീയുടെ അവകാശങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയോടുകൂടി പ്രതികരിക്കാൻ സ്ത്രീകൾ തന്നെ മുന്നോട്ട് വരാതിരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ തൻ്റെ അന്തസ്സിനും അഭിമാനത്തിനും പോറലേൽപ്പിക്കപ്പെട്ട സാഹചര്യത്തിൽ അതിനെതിരായിട്ട് പരാതി നൽകാനും അതിന് വേണ്ടി നിയമ പോരാട്ടം നടത്താനും തയ്യാറായിട്ട് ഒരു നടി, മോഡൽ കൂടിയായിട്ടുള്ള ഒരു സിനിമാ നടി മുന്നോട്ട് വന്നിട്ടുള്ള പശ്ചാത്തലത്തിലാണ് കുറ്റവാളിയുടെ മുഖം നോക്കാതെ നടപടിയെടുക്കുന്നതിന് വേണ്ടി കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് തയ്യാറായിട്ടുള്ളത്. ഇന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അദ്ദേഹത്തിന് ജാമ്യം നൽകുന്ന സമയത്തും വ്യക്തമാക്കിയിട്ടുള്ളത് അദ്ദേഹം തനിക്ക് പറ്റിപ്പോയിട്ടുള്ള തെറ്റ് ഏറ്റുപറഞ്ഞിട്ടുള്ള പശ്ചാത്തലത്തിൽ കൂടിയാണ് ജാമ്യം അനുവദിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് തീർച്ചയായിട്ടും കേരളീയ സമൂഹത്തിന് ഒരു നല്ല സന്ദേശം നൽകുന്നുണ്ട്. സ്ത്രീയുടെ അന്തസ്സിനും അഭിമാനത്തിനും പോറലേൽപ്പിക്കപ്പെടുന്ന വിധത്തിൽ വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ ആംഗ്യം കൊണ്ടുപോലുമോ ഉള്ള ഒരു പ്രവർത്തനവും അരുത് എന്ന് അനുശാസിക്കുന്ന നിയമം നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ ആ നിയമം അനുശാസിക്കുന്ന വിധത്തിൽ സ്ത്രീക്ക് ഈ നാട്ടിൽ നിയമം അനുസരിച്ചുകൊണ്ട് മുഴുവൻ ആളുകളും ഈ പൊതുസമൂഹത്തിൻ്റെ സാമൂഹ്യ അവബോധത്തിൽ ഈ സന്ദേശം കൃത്യമായിട്ട് ഏറ്റെടുക്കാനും സ്ത്രീക്ക് അന്തസ്സോടെ അഭിമാനത്തോടെ എല്ലാ ഇടങ്ങളിലും ജീവിക്കുന്നതിനാവശ്യമായിട്ടുള്ള സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തുടക്കം കുറിക്കലാണ് ഈ ഒരു അറസ്റ്റിലൂടെയും ഒക്കെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് കാണുന്നത്. ഏതായാലും അദ്ദേഹം തനിക്ക് പറ്റിപ്പോയിട്ടുള്ള തെറ്റ് ഏറ്റുപറയാൻ തയ്യാറായി എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. നിയമവാഴ്ചയെ അംഗീകരിക്കാൻ, നിയമവ്യവസ്ഥയെ അംഗീകരിക്കാൻ ഈ കേരളത്തിൽ മാത്രമല്ല രാജ്യത്താകമാനം ബ്രിട്ടീഷ് ഇന്ത്യയിൽ തന്നെ നിലവിലുണ്ടായിരുന്ന നിയമങ്ങളാണ്. കൂടുതൽ സ്ത്രീ സംരക്ഷണ നിയമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ആരിൽ നിന്നാണ് സ്ത്രീക്ക് സംരക്ഷണം വേണ്ടത്? സഹജീവികളിൽ നിന്നുള്ള പരിരക്ഷയ്ക്ക് വേണ്ടി സ്ത്രീകൾ മുറവിളി കൂട്ടേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവേണ്ടി വരുന്നത് ഈ കേരളീയ സമൂഹത്തിന് ഒട്ടും ഭൂഷണമല്ല. അതുകൊണ്ട് സഹജീവികളായിട്ട് സ്ത്രീകളെ കാണാനും സ്ത്രീക്ക് എല്ലാ തരത്തിലുള്ള പൗരാവകാശങ്ങളുമുള്ള വ്യക്തിയാണ് എന്ന് അംഗീകരിക്കാനും ഈ സമൂഹത്തിൻ്റെ പൊതുബോധത്തിലേക്ക് ഈ ഒരു കേസും അതിൻ്റെ പശ്ചാത്തലവും അതിന് ഇടവരുത്തട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും ഓരോ സ്ത്രീക്കും തൻ്റെ അന്തസ്സിനും ആത്മാഭിമാനത്തിനും നേരെ ഉയർന്നു വരുന്ന വെല്ലുവിളികൾക്കെതിരായിട്ട് പ്രതികരിക്കാനുള്ള ആർജവമുള്ള ഒരു മനസ്സുകൂടി ഉണ്ടാവട്ടെ എന്ന് ആശിക്കുകയാണ്. പലപ്പോഴും പരാതി കൊടുക്കുന്നവരെ മോശക്കാരായിട്ട് ചിത്രീകരിക്കുന്ന പ്രവണത, അതും ഈ കേരളീയ സമൂഹത്തിൽ അത് വളരെ കൂടുതലാണ് എന്നാണ് തോന്നുന്നത്. സ്ത്രീയെ കേവലം ശരീരം മാത്രമായിട്ട് കാണുകയാണ്, കേവലം ഒരു അലങ്കാര വസ്തുവായിട്ട് മാത്രം കാണുകയാണ്. ആ ഒരു വീക്ഷണഗതിയുടെ പശ്ചാത്തലത്തിലാണ് ഈ തരത്തിലുള്ള പ്രതികരണങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉണ്ടാവുന്നത്. സാമൂഹ്യ മാധ്യമം എന്ന് പറയുന്നത് എന്ത് വൃത്തികേടും വിളിച്ചു പറയാനുള്ള ഇടങ്ങളാണ് എന്ന് കാണേണ്ടതില്ല. ഈ നാട്ടിൽ നിലനിൽക്കുന്ന സൈബർ കുറ്റകൃത്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിശക്തമായിട്ടുള്ള നിയമം ഉണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ സൈബർ പോലീസ് വിങ്ങിൻ്റെതായിട്ടുള്ള ശക്തമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവണം. സൈബർ ഇടങ്ങളിൽ ഏതെല്ലാം തരത്തിലുള്ള തെറ്റായിട്ടുള്ള പ്രവണതകൾ ഉണ്ടായാലും അതിനെതിരായിട്ട് ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ കേരളത്തിലെ സൈബർ പോലീസ് വിങ്ങിൻ്റെ ഇടപെടൽ കൂടി ഉണ്ടാവേണ്ടുന്നത് വളരെ അനിവാര്യമാണ് എന്ന് കാണുകയാണ്. എല്ലാ നിയമങ്ങളും ആ നിയമപരമായിട്ടുള്ള അവകാശങ്ങൾക്ക് വേണ്ടി പോരടിക്കാൻ സ്ത്രീകൾ അറച്ചു നിൽക്കുന്നത് ഈ സമൂഹം അവരെ മോശക്കാരായിട്ട് ചിത്രീകരിക്കും എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ മോശക്കാരായിട്ട് ചിത്രീകരിക്കാൻ പാടില്ല എന്ന് ഇന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെ കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം
കേരളീയ സമൂഹത്തിന് നൽകിയിട്ടുണ്ട്. തൊഴിലിടങ്ങളിലും ഗാർഹിക ചുറ്റുപാടുകളിലും പൊതു ഇടങ്ങളിലും യാത്രാവേളകളിലുമൊക്കെ തൻ്റെ അന്തസ്സും അഭിമാനവും പരിരക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഓരോ സ്ത്രീക്കും കഴിയുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ തീർച്ചയായും കേരളീയ സമൂഹം ഒന്നാകെ ഒന്നിച്ച് മുന്നോട്ട് വരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ജയിലിൽ 3 VIP സന്ദർശിച്ചു എന്ന വിവരമുണ്ട്. പക്ഷെ അവരുടെ പേര് വിവരങ്ങളൊന്നും ജയിലിൽ റിമാൻഡ് പ്രതിയായി കഴിഞ്ഞാലും മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ജയിലിനകത്ത് കിടക്കുന്ന ആരെയും കാണാനുള്ള അവകാശമുണ്ട്. ആരാണ് പോയത് എന്ന് എനിക്ക് അറിയില്ല. തീർച്ചയായിട്ടും അത് ജയിൽ അധികാരികൾക്ക് അങ്ങനെ സന്ദർശനത്തിനുള്ള അനുവാദം കൊടുക്കാൻ നിയമപരമായിട്ടുള്ള അവകാശമുണ്ട്. ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പോലും ശിക്ഷയ്ക്ക് വിധേയനായി കിടക്കുന്ന സാഹചര്യത്തിൽ പോലും അതിന് അനുവാദം കൊടുക്കാറുണ്ട്. നമ്മുടെ ജയിൽ നിയമങ്ങൾ അനുസരിച്ച് അനുവാദം കൊടുക്കപ്പെടും. ഇത് റിമാൻഡ് പ്രതിയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ കാണാൻ അനുവാദം ചോദിച്ച് ചെന്നിട്ടുള്ള ആർക്കും അനുവാദം കൊടുക്കാൻ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജയിൽ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അനുവാദം കൊടുക്കാനുള്ള ആരാണ് പോയത് എന്ന് എനിക്ക് അറിയില്ല. ഊഹാപോഹങ്ങൾ വെച്ചുകൊണ്ട് പ്രതികരിക്കാൻ കഴിയില്ല.